അഡിക്ഷനും ഇപ്പം ആൽക്കഹോൾ ആണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഇപ്പം ചില ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ അഡിക്ഷനായിട്ട് വരുന്ന ഈ സമയത്ത്, അത് വളരെ കൂടുതൽ ആയിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നീങ്ങാനായിട്ടുള്ള കാരണം ഈ മെന്റൽ എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ അതാണോ, അല്ലെങ്കിൽ ഇത് കാരണമാണോ ഈ സ്ട്രെസ്സും ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ പിന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്? എന്താണ് ശരിക്കും ഇതിൻ്റെ കാര്യത്തിൽ? എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഇതിലേക്ക് കൂടുതലൊരു ആകർഷണം ഉണ്ടാവുക? നമുക്കിപ്പം ഈ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ സ്ട്രെസ് വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പ്രഷർ കൊടുത്തു ഇപ്പം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഒരു 12, 14 വയസ്സ്, ഒരു 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെയൊക്കെ സമയമാകുമ്പോഴേക്കാണ് 12 കഴിഞ്ഞ് അതായത് ടീനേജ് ഗ്രോത്തും പിന്നെ ഈ എക്സാം സ്ട്രെസ്സും കൂടി വരുമ്പോഴാണ് പലരും ഈ ഇങ്ങനത്തെ ഡ്രഗ്സിലേക്കൊക്കെ പോകാനുള്ളൊരു ടെൻഡൻസി വരുന്നത്. അപ്പം നമുക്ക് സ്ട്രെസ് കൂടും. ഈവൻ സ്മോക്കിംഗ്, പലരും പറയും ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്മോക്കിംഗ് ചെയ്യും. അതുപോലെ തന്നെ ടെൻഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ആദ്യം തുടങ്ങുന്നത് പരീക്ഷയ്ക്കൊക്കെ ഉറങ്ങാതിരുന്ന് പഠിക്കാനുമൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പലരും ഈ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഇത് വരും. പക്ഷേ പിന്നെ അത് കിട്ടാതാവുമ്പോൾ ടെൻഷൻ വരും. അത് നിക്കോട്ടിൻ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ചിലർ പറയും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആൽക്കഹോൾ എടുക്കുന്നതെന്നും പറയും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാനസിക നിലയിലെ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇങ്ങനത്തെ സൈക്കോഡെലിക് സാധനങ്ങളിലേക്ക് പോകുന്നത്. അത് ലീഗലായിട്ടുള്ളത് ആൽക്കഹോളൊക്കെ ലീഗലാ. സ്മോക്കിങ്ങും സിഗരറ്റും ഒക്കെ നിക്കോട്ടിനും ഒക്കെ ഇപ്പം ലീഗലായിട്ട് കിട്ടും. ഇല്ലീഗലായിട്ടുള്ള ഗഞ്ചാവും അല്ലെങ്കിൽ കന്നാബിസ് പോലെയുള്ള ഉൽപ്പന്നങ്ങളും മറ്റുള്ളതൊക്കെ വേറൊരു രീതിയിൽ. അപ്പം ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയുള്ള പോക്കാണ് വരുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിയുന്നവർ ഇപ്പം അതിൻ്റെ പല സ്റ്റഡീസും ഉണ്ട്. അപ്പം ഓരോന്നിനും ഓരോ ലെവൽ ഓഫ് ഇപ്പം വൺസ് അതിൻ്റെ പേരിൽ, അതായത് ഡ്രഗിൻ്റെ പേരിലോ അത് കഴിച്ചപ്പോഴോ അല്ലെങ്കിൽ അത് വിത്ഡ്രോ ചെയ്യുമ്പോഴോ വരുന്ന സൈക്കോസിസ് വരുമല്ലോ. ഇപ്പം ആൽക്കഹോൾ എടുത്തിരിക്കുന്ന ആൽക്കഹോൾ ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേജിലും സൈക്കോസിസ് വരും. അതുപോലെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി അത് നിർത്തി കഴിയുമ്പോഴും സൈക്കോസിസ് വരും. അപ്പം ഇങ്ങനെയുള്ള ഓരോ മെഡിസിനെ കുറിച്ചും ഇത്ര പെർസെൻറ്റേജ് അവർ സ്കിസോഫ്രീനിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ഇത്ര പെർസെൻറ്റേജ് അല്ലാത്ത സൈക്കോസിസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 36% അതിൽ ഏറ്റവും കൂടുതൽ ഈ സൈക്കാട്രിക് സ്കിസോഫ്രീനിയയിലേക്കൊക്കെ പോകാൻ പറയുന്നത് കന്നാബിസ് ഓറിയൻറ്റഡ് സാധനങ്ങളാണ്. ഈക്വലി LSD, MDMA എല്ലാത്തിനും ഉണ്ട്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സൈക്കോസിസ് ആ സമയത്തെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ലോങ് ടൈം സൈക്കാട്രിക് പ്രോബ്ലംസിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി എത്ര പെർസെൻറ്റേജ് ആണെന്നൊക്കെ ഇപ്പം സ്റ്റഡീസിൽ കാണിക്കുന്നുണ്ട്.